ഇന്നത്തെ പ്രധാന പരിപാടികൾ രാവിലെ 8 മണിക്ക് ഹിഫ്ലുൽ ഖുർആൻ അധ്യായം 20 സൂറത്തു ത്വാഹയിലെ ആയത്ത് 77 ആദിൽ അബ്ദുൽ ഫത്താഹ്. 8:10 ദിശ SSLC സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഇബ്നു അലി എടത്തനാട്ടുകര അവതരിപ്പിക്കുന്നു. 8:15 പ്രാർത്ഥനാ പഠനം. രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ പ്രാർത്ഥനകൾ ഭാഗം 4 അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. 9:30 സർക്കാർ സേവനങ്ങൾ കൈത്തറി തൊഴിലാളി പെൻഷൻ മസ്റ്ററിംഗ് അവതരിപ്പിക്കുന്നു ഷഫീഖ് വണ്ടൂർ. 9:35 അൽ ഉസൂൽ ഹദീസും ബുദ്ധിയും ഭാഗം 1 അബ്ദുൽ മാലിക് സലഫി. 10:40 നുറുങ്ങുകൾ ചരിത്രങ്ങളുടെ പെൺതൂവലുകൾ മോഷ്ടിക്കുന്നവർ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ രചിക്കുകയും അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുകയും ചെയ്തു. 12:05 ഡയലോഗ് സൂംബ വിവാദം കർമ്മപദത്തിൽ മുന്നോട്ട് എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കും. 12:50 തിരുനബിയോടൊപ്പം തിന്മയിൽ നിന്നും ഹിജറ പോവുക അവതരിപ്പിക്കുന്നത് ഹനീഫ വണ്ടൂർ. 1 മണിക്ക് ആരോഗ്യ വിചാരം മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ സാലിം, അതുപോലെ കൂടെ ഡോക്ടർ നസീഫ് PP. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരോഗ്യ ചിന്തകൾ ഗ്യാസ് ട്രബിൾ അതിൻ്റെ കാരണങ്ങൾ ഡോക്ടർ മുഹമ്മദ് സലീം KK അവതരിപ്പിക്കുന്നു. 2:10 വൈകിട്ട് 7:15 അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു. വൈകുന്നേരം 3:15 അൽ മിമ്പർ ജുമാ ഖുത്ബയുടെ പ്രക്ഷേപണം. മുഹറം മാസം വന്നു, അറിയാനുണ്ട് പലതും ചെയ്യാനും ഹുസൈൻ സലഫിയുടെ ഖുത്ബ. 4:35 ഹൃദയ വസന്തം സൂറത്തു ഇബ്രാഹീമിലെ 49 മുതൽ 51 വരെയുള്ള വചനങ്ങളാണ്. കുറ്റവാളികളുടെ ശിക്ഷ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നു ഹസൻ അൻസാരി. വൈകുന്നേരം 6:05 ഓർമ്മ KM മൗലവി മെമ്മോറിയൽ ട്രസ്റ്റ് മുഹ്സിൻ ബിൻ അഹമ്മദിൻ്റെ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് നസറുല്ല സ്വലാഹി കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര. വൈകിട്ട് 6:30 ഇൻസൈറ്റ് എന്തുകൊണ്ട് പ്രവാചകർ മനുഷ്യരായി അബ്ദുഷുക്കൂർ അൻസാരി അവതരിപ്പിക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് റിയാദു സ്വാലിഹീൻ നബിചര്യയെ പൂർണ്ണമായും പിന്തുടരുക അഷ്റഫ് സലഫി വാണിയമ്പലം അവതരിപ്പിക്കുന്നു. രാത്രി 7:45 നേർരേഖ എവിടെ താമസിച്ചാൽ എന്ത് ഹാരിസ് ഇബ്നു സലീം അവതരിപ്പിക്കും. 8 മണിക്ക് ഖുർആൻ പാഠങ്ങൾ വിശ്വാസം സുദൃഢമാക്കുക അബ്ദുഷുക്കൂർ അൻസാരി അവതരിപ്പിക്കുന്നു. രാത്രി 8:30 സ്പോട്ട്ലൈറ്റ്. 9:45 യുഗചരിതം സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഭാഗം 2 പുസ്തകം സ്വഹാബികളുടെ സഹചാരികൾ ഭാഗം 1 അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി രചിച്ച ഈയൊരു പുസ്തകത്തിൻ്റെ ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.